ടെറ്റ് അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശിശുവികാസത്തിലെ വികാസഘട്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വികാസഘട്ടങ്ങളെ പലതായി തിരിച്ചിട്ടുണ്ട്. അതിലാദ്യത്തേതാണ് പ്രാഗ്ജന്മഘട്ടം അല്ലെങ്കിൽ പേരൻ്റൽ സ്റ്റേജ്. അതിലെ ഏകദേശ പ്രായപരിധി എന്ന് പറയുന്നത് ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പ്രാഗ്ജന്മഘട്ടം അല്ലെങ്കിൽ പേരൻ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തതായി ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള കാലഘട്ടത്തെ പറയുന്നതാണ് ബീജാങ്കുരണ ഘട്ടം. ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള കാലഘട്ടത്തെ പറയുന്നത് ബീജാങ്കുരണ ഘട്ടം എന്നാണ്. 2 ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെയുള്ള കാലഘട്ടത്തെ പറയുന്നത് ഭ്രൂണഘട്ടമെന്നും 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെയുള്ള കാലഘട്ടത്തെ ഗർഭഘട്ടമെന്നുമാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ ജനനശേഷമുള്ള വികസന ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ജനനാന്തര ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ സ്റ്റേജ്. ഒത്തിരി തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഓരോ ഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും നോക്കാം. ആദ്യമായിട്ടുള്ളത് ശൈശവം. ശൈശവം എന്ന് പറയുന്നത് ജനനം മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ശൈശവം എന്ന് പറയുന്നത്. അതേപോലെ ബാല്യം എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ബാല്യം എന്ന് പറയുന്നത്. ശൈശവം എന്ന് പറയുന്നത് ജനനം മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെയാണെങ്കിൽ ബാല്യം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ്. ഇനി ബാല്യത്തെ വീണ്ടും നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്. ആദ്യബാല്യം, മധ്യബാല്യം, അതേപോലെ അന്ത്യബാല്യം. ആദ്യബാല്യം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ആദ്യബാല്യം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. മധ്യബാല്യം എന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ്. അതിനെ നമ്മൾ മിഡിൽ ചൈൽഡ്ഹുഡ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് അന്ത്യബാല്യമാണ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. അതെന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, അന്ത്യബാല്യം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ്. എത്ര വയസ്സ് മുതലാണ്? 12 വയസ്സ് മുതൽ ഏകദേശം 18 അല്ലെങ്കിൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് യൗവനം, അഡൽഹുഡ്. 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് യൗവനം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം 50 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വാർദ്ധക്യം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ കാര്യങ്ങളെന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലെ പോസ്റ്റ് നേറ്റൽ സ്റ്റേജിലെ ഘട്ടങ്ങളാണ്. ജനനാന്തര ഘട്ടം, അതേപോലെ ശൈശവം, ബാല്യത്തെ നമ്മൾ വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇനി നമുക്ക് ശൈശവം മുതൽ അതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ശൈശവം അല്ലെങ്കിൽ ഇൻഫൻസി. ഇതിൻ്റെ സവിശേഷതകൾ: എപ്പോഴും പ്രവർത്തന നിരതമാകാനുള്ള പ്രകൃതം. നമുക്കറിയാലേ, കൊച്ചു കുട്ടികളൊക്കെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അവരേതെങ്കിലും ചെറിയ കളിപ്പാട്ടങ്ങൾ എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ അവരെപ്പോഴും എന്തായിരിക്കും? പ്രവർത്തന നിരതമായിരിക്കും. അതേപോലെ അനുകരണ വാസന. അടുത്ത പോയിൻ്റാണ് ജിജ്ഞാസ, ചലനാത്മകത, ആശ്രിതത്വം, ദ്രുതഗതിയിലുള്ള വളർച്ച, ഭാഷാശേഷി വികാസം ആരംഭിക്കുന്നു. അല്ലെ, കൊച്ചു കുട്ടികളൊക്കെ ഓരോ വാക്കുകൾ പഠിക്കുന്ന ഏതു കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന ശൈശവ കാലഘട്ടത്തിലാണ്. മുതിർന്നവർ പറയുന്ന ഓരോ വാക്കുകൾ കേട്ടവർ പഠിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതേപോലെ സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം. ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്തായിരിക്കും? അവർക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ സുരക്ഷിതത്വം തോന്നിക്കുന്നു. അഹം കേന്ദ്രീകൃത ചിന്ത അല്ലെങ്കിൽ ഈഗോ സെൻട്രിക് തോട്ട്, ഞാൻ അല്ലെങ്കിൽ എൻ്റേതെന്ന ഒരു ചിന്താഗതി വരുന്ന ഏത് കാലഘട്ടത്തിലാണ്? ഈ ശൈശവ കാലഘട്ടത്തിലാണ്. അതേപോലെ ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനെ നമ്മൾ ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവൻ പെട്ടെന്ന് ചിരിച്ച് അവൻ ആ ചിന്തയെ മാറിക്കഴിയും. അതേപോലെ ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിഷേധങ്ങൾ.
ഒരു കൊച്ചി ഇപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞു, ആ കുട്ടി പെട്ടെന്ന് കരയും. പക്ഷേ ആ കുട്ടി ആ സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല അവനവിടെ പെരുമാറുന്നത്. അതേപോലെ ശ്രദ്ധാദൈർഘ്യക്കുറവ്, കൊച്ചു കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അടുത്ത നിമിഷം വേറെ എന്താണോ കാണുന്നത് അതിലേക്ക് അവൻ്റെ ശ്രദ്ധ പോകുന്നതായിരിക്കും. ഇത്രയും സവിശേഷതകളൊക്കെയാണ് ഏതിൽ വരുന്നത്? ശൈശവ കാലഘട്ടത്തിൽ വരുന്നത്. അടുത്ത സ്റ്റേജാണ് ബാല്യം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ബാല്യത്തെ നമ്മൾ വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ആദ്യ ബാല്യം എന്ന് പറയുന്നത്. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്ടം, ചാട്ടം, സംഘകളികൾ എന്നിവയിൽ താല്പര്യം കാണിക്കുന്നു. ആദ്യ ബാല്യം എന്ന് പറയുന്നത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഏത് സ്റ്റേജിൽ പെടുത്തിയിരിക്കുന്നത്? ആദ്യ ബാല്യം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന സ്റ്റേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുട്ടി നഴ്സറി മുതൽ ഒരു 1-ാം ക്ലാസ്സിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? ആദ്യ ബാല്യം എന്ന് പറയുന്നത്. കുട്ടികളുടെ ഓട്ടവും ചാട്ടവും അവർക്ക് കൊച്ചു കൂട്ടുകാരെയൊക്കെ കിട്ടുന്ന കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? ആദ്യ ബാല്യം എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനമാകുന്ന ഘട്ടം, കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണ് ഏത്? ആദ്യ ബാല്യം എന്ന് പറയുന്നത്. ശാരീരികവും ജൈവപരവുമായ ആവശ്യങ്ങൾക്ക് അന്യരെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നു. അതേപോലെ ജന്തുകഥകൾ, താളപ്രധാനമായ ഗാനങ്ങൾ എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അല്ലെ, കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ചെറിയ ചെറിയ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കഥകൾ കേൾക്കാനും കൊച്ചു ഗാനങ്ങൾ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് ആദ്യ ബാല്യം എന്ന് പറയുന്നത്. അതേപോലെ കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കാനും അവയിൽ സചേതനത്വം ആരോപിച്ച് പെരുമാറാനൊക്കെ, അതായത് കളിക്കോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ആ കളിപ്പാട്ടം എൻ്റേതാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന് ജീവനുണ്ടെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? അവർ കൊച്ചുകുട്ടികളെ കാണാൻ പാടില്ലേ, ചെറിയ പാവകളെടുത്ത് കുഞ്ഞു വാവയായിട്ട് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ആ ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് ആദ്യ ബാല്യം എന്ന് പറയുന്നത്. അതേപോലെ കൂടുതൽ ജിജ്ഞാസ പ്രകടിപ്പിക്കുകയും മുതിർന്നവരോട് പലവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അവർക്ക് എപ്പോഴും എല്ലാ കാര്യത്തെക്കുറിച്ച് എന്തായിരിക്കും? ഡൗട്ടായിരിക്കും. നമ്മളോട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. മാറി മറിയുന്ന വൈകാരിക പ്രകടനം, ഇതെല്ലാം ഏതിൽ നമുക്ക് കാണാൻ സാധിക്കും? ആദ്യ ബാല്യത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റേജാണ് മധ്യബാല്യം എന്ന് പറയുന്നത്. മധ്യബാല്യം എന്ന് പറയുമ്പം മിഡിൽ ചൈൽഡ്ഹുഡാണ്. 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് മധ്യബാല്യം. ഒരു കുട്ടി ഒരു 3-ാം ക്ലാസ്സിലൊക്കെ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് മധ്യബാല്യം എന്ന് പറയുന്നത്. യുക്തിപൂർവം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതേപോലെ വീരകഥകളും ജന്തുകഥകളും ഇഷ്ടപ്പെടുന്നതോടൊപ്പം ഫലിതബോധമുള്ള സന്ദർഭങ്ങളെ ഇഷ്ടപ്പെടുകയും അതിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പഠിക്കാനും അവർ ഇഷ്ടപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ സംഘബോധം കൂടുതൽ തീവ്രമാകുന്നു. അല്ലെ, കൂട്ടുകാരെയൊക്കെ കിട്ടി അവർക്കൊരു പ്രത്യേക ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് മധ്യബാല്യം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നു. അതേപോലെ സങ്കല്പ ലോകത്ത് നിന്ന് ഏറെക്കുറെ വിടുതൽ വാങ്ങാനൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് മധ്യബാല്യം എന്ന് പറയുന്നത്. അടുത്തതാണ് അന്ത്യബാല്യം എന്ന് പറയുന്ന ലേറ്റർ ചൈൽഡ്ഹുഡ്. 9 to 12 ഇയേഴ്സ് ആണ് ഇതിൽ വരുന്നത് അന്ത്യബാല്യം അല്ലെങ്കിൽ ലേറ്റർ ചൈൽഡ്ഹുഡിൽ വരുന്നത്. ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ അവബോധം കൂടുതൽ വികസിക്കുകയും ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നു. പഠനത്തിലും കളികളിലും മാത്സര്യ ബോധം വർദ്ധിക്കുന്നു. അതായത് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുന്നപ്പോൾ എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുന്ന കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് അന്ത്യബാല്യം എന്ന് പറയുന്നത്. വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു. അതേപോലെ വീരാരാധന പ്രബലമാകുന്നു. കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു. സമപ്രായ സംഘപ്രവർത്തനങ്ങൾ ശക്തമാകുന്നു. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? അന്ത്യബാല്യഘട്ടത്തിലാണ്. ഇതിൻ്റെ ഓരോ സവിശേഷതകളും വെച്ചുകൊണ്ട് ഇത് ഏത് കാലഘട്ടത്തിൽ പെടുന്നതാണെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത സ്റ്റേജാണ് കൗമാരം അഥവാ അഡോളസൻസ്. 12 to 18 to 20 വരെയാണ്. ഏകദേശം 12 വയസ്സ് മുതൽ 18-20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത് കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്നത്.
സമപ്രായക്കാരായ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും വിവേകപൂർവ്വം പെരുമാറാൻ പഠിക്കുന്നു. അതേപോലെ മാതാപിതാക്കന്മാരുടെയും മുതിർന്നവരുടെയൊക്കെ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രരാകാനുള്ള വൈകാരിക ഭാവം ഉണ്ടാകുന്ന ഏത് കാലഘട്ടത്തിലാണ്? കൗമാര കാലഘട്ടത്തിലാണ്. അവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാനുള്ള ആ ഒരു നിയന്ത്രണത്തിൽ നിന്ന് അവർ സ്വതന്ത്രമാകാനുള്ള വൈകാരിക ഭാവം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. അതേപോലെ പക്വതയോടുള്ള പെരുമാറ്റവും ഏത് കാലഘട്ടത്തിൽ കാണിക്കുന്നു? കൗമാര കാലഘട്ടത്തിൽ കാണിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജാണ് യൗവനം അല്ലെങ്കിൽ അഡൽഹുഡ് എന്ന് പറയുന്നത്. അത് 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? യൗവനം എന്നറിയപ്പെടുന്നത്. ശാരീരിക, മാനസിക, സാമൂഹിക പക്വത കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നറിയപ്പെടുന്നത് യൗവനം എന്നറിയപ്പെടുന്നത്. അതേപോലെ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരുന്നു. അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിൻ്റാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ഏത് വയസ്സിന് ശേഷമുള്ളതാണ്? 50 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തെയാണ് വാർദ്ധക്യം അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും നോട്ട്സാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികാസഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇതിലെ സവിശേഷതകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്